ഇന്ത്യ ആക്രമണത്തിന് മറുപടി എന്നുള്ള നിലയിൽ ഡിപ്ലോമാറ്റിക് മെഷേഴ്സ് ആണ് ആദ്യം എടുത്തത്. 5 തീരുമാനങ്ങൾ എടുത്തു. അതിൽ ഏറ്റവും സുപ്രധാനമായത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കപ്പുറത്ത് ഇനിയും നടപടികൾ ഉണ്ടാകും, സൈനികമായ മിലിറ്ററി മെഷേഴ്സ് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, ഇന്ന് വളരെ വ്യക്തമായിട്ടാണ് പ്രധാനമന്ത്രി മോദി, അതായത് ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഹിന്ദിയിലും ഇംഗ്ലീഷിലും 2 ഭാഷയിലുമാണ് സംസാരിച്ചത്. ഭാരതത്തിന്റെ ഉള്ളിലുള്ള ആളുകൾക്കും ഭാരതത്തിന്റെ പുറത്തുള്ള ആളുകൾക്കും വേണ്ടിയുള്ള ഒരു മെസ്സേജാണ്. അതായത് മെനിഞ്ഞാന്ന് നടന്ന ആ ഒരു സംഭവം അത് ഭാരതത്തിലെ ഒക്കെ ഉള്ള ഒരു അറ്റാക്ക് ആണെന്നാണ് നമ്മളെല്ലാവരും രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഭാരതത്തിന്റെ ആത്മാവിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. കാരണം അത് വെറും ഒരു കശ്മീരികളെ അല്ലെങ്കിൽ കശ്മീരികളെ ഇല്ലാതാക്കാനും അവിടുത്തെ കശ്മീരിനെ ഇല്ലാതാക്കാൻ മാത്രമല്ല, ഭാരതത്തിന്റെ ഉള്ളിൽ മതങ്ങൾ തമ്മിലുള്ള ഒരു അടി നടക്കണം എന്നുള്ള ഒരു നീചമായിട്ടുള്ള ഒരു ഉദ്ദേശം കൂടെ അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ പല കാരണങ്ങൾ വെച്ച് അത് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ആ രീതിയിലുള്ള ഒരു മറുപടി, അതിന് അനുയോജ്യമായിട്ടുള്ള മറുപടി, അതിന് അർഹിക്കുന്ന മറുപടി തന്നെ തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതിനകത്ത് ഇന്നലെ നമ്മൾ കണ്ടതും. ഇന്ന് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് വെറും ഒരു സൈനിക നടപടിയോ അല്ലെങ്കിൽ വെറും ഒരു നയതന്ത്ര ലെവലിലുള്ള നടപടി മാത്രമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതം എന്നുള്ള രാഷ്ട്രത്തിന്റെ കോംപ്രിഹെൻസീവ് നാഷണൽ പവർ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച്, എല്ലാ രീതിയിലുള്ള ശക്തി ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിനൊരു തിരിച്ചടി നൽകുക. കാരണം ഇത് വെറും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു വൺ ഓഫ് ടെററിസ്റ്റ് അറ്റാക്ക് അല്ല. ഇത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിട്ടുള്ള, പ്രത്യേക ഉദ്ദേശത്തോടെ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മൈറ്റ് വെച്ച് തന്നെ ചെയ്യും. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇന്നലെ ഈ സിന്ധു നദീ കരാർ സസ്പെൻഡ് അല്ലെങ്കിൽ അബയൻസിലേക്ക് മാറ്റിയതും. ആൻഡ് ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒരു സൈനിക നടപടിയും കാണും. അതുകൂടാതെ മറ്റ് പല നടപടികളും നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇന്നത്തെ ആ ഒരു അദ്ദേഹത്തിന്റെ സ്പീച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും.